വെൽക്കം, താഹിമാനാണ്. ഫാർമക്കോ ഡൈനാമിക്സ് വീഡിയോ സീരീസിൽ ഈ വീഡിയോ നമ്മൾ പറയാ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഡ്രഗ് റിസപ്റ്റർ ഇന്ററാക്ഷൻസ്. സോ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സപ്പോസ് ഒരു ഡ്രഗ് ഡി ആണെന്ന് വിചാരിക്കുക, ഒരു റിസപ്റ്റർ ആർ ആയിട്ട് ബൈൻഡ് ചെയ്യും. സോ നമുക്കറിയാവുന്നത് ഡ്രഗ് റിസപ്റ്റർ ഇന്ററാക്ഷൻസ് ആർ റിവേഴ്സിബിൾ ആണ് എന്ന് പറയാം. സോ ഡ്രഗ് പ്ലസ് റിസപ്റ്റർ നമുക്ക് കിട്ടുന്ന എന്താണ്? ഡ്രഗ് റിസപ്റ്റർ കോംപ്ലക്സ് ആണ് നമുക്ക്. സോ റിവേഴ്സിബിൾ ആകുമ്പോൾ DR കോംപ്ലക്സ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡ്രഗ് പ്ലസ് റിസപ്റ്റർ ആവുന്നതിന് നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ച് ഒരു ആരോ വരച്ചാൽ മതി. So drug plus receptor, drug receptor complex and drug receptor complex split ചെയ്തിട്ട് റിസപ്റ്റർ പ്ലസ് ഡ്രഗ് ആയിട്ട് മാറുന്നു. ഇനി സപ്പോസ് ഒരു ടിഷ്യൂവിൽ സർട്ടൻ കൈൻഡ് ഓഫ് റിസപ്റ്റർ ഉണ്ട് എന്ന് വിചാരിക്കുക. സേ എക്സാമ്പിൾ കാർഡിയാക് ടിഷ്യൂ ആണ്, അതിനകത്ത് β1 റിസപ്റ്റർ ഉണ്ട് എന്ന് വിചാരിക്കും. സോ നമ്മളിവിടെ ഒരേ ഒരു റിസപ്റ്റർ മാത്രമേ ഉള്ളൂ എന്ന് കരുതിയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കും. ഒരേ ഒരു റിസപ്റ്റർ. അപ്പം നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് അഗോണിസ്റ്റ് ഡ്രഗ് ആണ്. അഗോണിസ്റ്റ് ഡ്രഗ് കാർഡിയാക് ടിഷ്യൂവിൽ അഡ്രിനാലിൻ ആണ് എന്നും നമുക്ക് അങ്ങ് വിചാരിക്കും. സോ അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് റിസപ്റ്റേഴ്സ് ഈസ് N ടോട്ടൽ. റിസപ്റ്റേഴ്സിന്റെ കോൺസെൻട്രേഷൻ ആണ് N ടോട്ടൽ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അഡ്രിനാലിൻ അഗോണിസ്റ്റിന്റെ കോൺസെൻട്രേഷനെ പറ്റിയാണ്. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് XA ആണ് എന്ന് നമുക്ക് പേരിടും. സോ ഈ ഡ്രഗ് എല്ലാ റിസപ്റ്ററിലുമായിട്ട് ബൈൻഡ് ചെയ്യുന്നില്ല. ആദ്യം ബൈൻഡിംഗ് ഉണ്ട്, ഡിസോസിയേഷൻ നടക്കുന്നുണ്ട്, രണ്ട് നടക്കുന്നുണ്ട്. സോ ബോണ്ട് ചെയ്ത് ഡ്രഗ് റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടായത് NA ആണെങ്കിൽ, സോ സപ്പോസ് ദിസ് ഈസ് ഉണ്ടായത് കോംപ്ലക്സ് ഉണ്ടായത് NA ആണെന്ന് വിചാരിച്ചാൽ, അപ്പോൾ ഫ്രീ റിസപ്റ്റേഴ്സ് എത്രയുണ്ട്? ഫ്രീ റിസപ്റ്റേഴ്സ് ഈസ് N ടോട്ടൽ മൈനസ് NA ആണ് എന്ന് നമുക്ക് എഴുതാമല്ലോ. അതാണ് അതിന്റെ കോൺസെൻട്രേഷൻ. സോ നമ്മൾ ഡ്രഗ് കൊടുക്കുമ്പോൾ ടിഷ്യൂവിലുള്ള റിസപ്റ്റേഴ്സ് ഒത്തിരി കൂടുതൽ കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് ആയിരിക്കും. ടിഷ്യൂവിലുള്ള റിസപ്റ്റേഴ്സിനേക്കാളൊക്കെ ഒരുപാട് നമ്മുടെ ഡ്രഗ് ആയിരിക്കും കൂടുതൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കിട്ടുന്ന എഫക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സാധാരണ എത്ര റിസപ്റ്ററിൽ ഒക്കുപ്പൈഡ് ആയി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. സോ നമ്മൾ ഈ പറഞ്ഞ ഡ്രഗ് പ്ലസ് റിസപ്റ്റർ DR എന്ന ഇക്വേഷനൊക്കെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഈസ് ഗവർൺ ബൈ ലോ ഓഫ് മാസ് ആക്ഷൻ ആണ് നമുക്കറിയാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെൻട്രേഷൻ അളവുകളെല്ലാം തന്നെ ഈ ഇക്വേഷനിൽ അത് മാറ്റി എഴുതി കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് XA ആണ്. സോ ദിസ് ഈസ് XA ആണ് കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ്. ഫ്രീ റിസപ്റ്റർ എന്ന് പറയുന്നത് N ടോട്ടൽ മൈനസ് NA ആണ്. ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഡ്രഗ് റിസപ്റ്റർ കോംപ്ലക്സ് ദാറ്റ് ഈസ് NA ആണ് എന്ന് നമുക്കറിയാം. റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ ആണെന്ന് നമുക്കറിയാം. സോ അറ്റ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുമ്പോൾ ഈ മുന്നോട്ടുള്ള റിയാക്ഷൻ ഈസ് ദാറ്റ് ഈസ് ഡ്രഗ് കോംപ്ലക്സ് ഫോർമേഷൻ അല്ലെ, അതും പുറകോട്ടുള്ള ഡ്രഗ് റിസപ്റ്റർ കോംപ്ലക്സ് എന്നുള്ള ഡ്രഗിന്റെയും റിസപ്റ്ററിന്റെയും ഡിസോസിയേഷൻ ബാക്കോട്ട്, ഇത് അസോസിയേഷൻ ആണ് ആൻഡ് ദിസ് ഈസ് ഡിസോസിയേഷൻ. ഇത് രണ്ടും ഈക്വൽ റേറ്റിലാവുമല്ലോ. സോ അപ്പൊ നമ്മുടെ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം: XA പ്ലസ് N ടോട്ടൽ മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് റിസപ്റ്റേഴ്സ് മൈനസ് NA ഈസ് ഇൻ ഇക്വിലിബ്രിയം ഓർ NA എന്ന് നമുക്ക് എഴുതാം. ലോ ഓഫ് മാസ് ആക്ഷൻ അപ്ലൈ ചെയ്ത്. സോ മുന്നോട്ടുള്ള ഈ റിയാക്ഷൻ, ഫോർവേഡ് റിയാക്ഷൻ, അസോസിയേഷൻ ബിറ്റ്വീൻ ഡ്രഗ് ആൻഡ് റിസപ്റ്റർ അല്ലെ, അതിനെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ K+1 എന്ന് നമുക്ക് K+1. സോ അതാണ് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. സോ പിറകോട്ടുള്ള ബാക്ക്വേർഡ് റിയാക്ഷൻ ഓർ ഡിസോസിയേഷൻ ഓഫ് ദ ഡ്രഗ് റിസപ്റ്റർ കോംപ്ലക്സിന്റെ റേറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് K-1 എന്ന് നമുക്ക് സൂചിപ്പിക്കാം. സോ അപ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എത്രയാണ്? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു K+1 ഇൻറ്റു XA പ്ലസ് ഇത് N ടോട്ടൽ മൈനസ് NA എന്ന് എഴുതാം. ആൻഡ് അതേപോലെ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഓർ റേറ്റ് ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്, സോ ദിസ് ഈസ് അസോസിയേഷൻ റേറ്റ് ആണ്, റേറ്റ് ഓഫ് അസോസിയേഷൻ. സോ റേറ്റ് ഓഫ് ഡിസോസിയേഷൻ അതും K-1 ആണ്. K-+1 എന്ന് എഴുതാം. K-1 ഇൻറ്റു NA ആണല്ലോ, ഇതാണല്ലോ NA കോൺസെൻട്രേഷൻ. സോ അറ്റ് ഇക്വിലിബ്രിയം ബോത്ത് റേറ്റ്സ് ആർ ഈക്വൽ എന്ന് പറയുമ്പോൾ K+1 ഇൻറ്റു XA ഇൻറ്റു N ടോട്ടൽ മൈനസ് NA ഈസ് ഈക്വൽ ടു K-1 ഇൻറ്റു NA ആണല്ലോ, കറക്റ്റ് ആണല്ലോ. സോ ഇക്വേഷൻ നമ്പർ 1 എന്ന് തൽക്കാലം നമുക്ക് എഴുതിയാൽ. ഇനി ഇതിന്റെ മുന്നോട്ടുള്ള ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഡ്രഗിന് റിസപ്റ്ററോടുള്ള അഫിനിറ്റി ആണ് അല്ലെ. അഫിനിറ്റി എത്ര കണ്ട് എന്നനുസരിച്ചിരിക്കും. സോ അപ്പൊ ഇതിന്റെ അഫിനിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇതും റേറ്റ് മുന്നോട്ടുള്ളതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. K+1 ഡിവൈഡഡ് ബൈ K-1 ആണ് നമുക്ക് എഴുതാം. അപ്പോൾ ഈ K+1 ഡിവൈഡ് ബൈ K-1 എത്രയാണ്? ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ NA ഇത് തന്നെയാണ് ഡിവൈഡഡ് ബൈ XA ഇൻറ്റു N ടോട്ടൽ മൈനസ് NA ആണ് നമുക്ക്. സോ ഇക്വേഷൻ നമ്പർ 1 നിന്ന് ഇതിനെ ഇത് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഡിവൈഡ് ബൈ ദിസ് കിട്ടും. അപ്പോൾ KA+1 ഡിവൈഡ് ബൈ KA-1 ഈസ് ഈക്വൽ ടു ഇത് ഈസ് ഈക്വൽ ടു KA എന്ന് നമുക്ക് എഴുതാം. KA ഈസ് അഫിനിറ്റി കോൺസ്റ്റന്റ് ആണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇതിനൊരു പ്രശ്നം, K+1 ബൈ K-1 ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ യൂണിറ്റ്സ് കിട്ടുന്നത് ലിറ്റർ പെർ മോളിലാണ് നമുക്ക് കിട്ടുക. ഇത് നമുക്ക് പ്രശ്നമാണ്. സോ അപ്പോൾ നമ്മൾ ഫാർമക്കോളജിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ അഫിനിറ്റി കോൺസ്റ്റന്റ് എന്ന വാക്കല്ല നമ്മൾ ഉപയോഗിക്കുക. വിൽ ടേക്ക് ദ റെസിപ്രോക്കൽ. ഇതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള വേറൊരു ടേമാണ്. ദാറ്റ് മീൻസ് ഈ മുകളിലെ ഇക്വേഷന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള ഇക്വേഷൻ ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആണ്. ഡിസോസിയേഷൻ അഫിനിറ്റി കോൺസ്റ്റന്റ്
കോൺസ്റ്റന്റിന് പകരം ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക. കാരണം ഇതിന്റെ യൂണിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മോൾസ് പെർ ലിറ്ററിലാണ് നമുക്ക് കിട്ടുക റെസിപ്രോക്കൽ. അപ്പോൾ അതുകൊണ്ട് റെസിപ്രോക്കൽ ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. അഫിനിറ്റി കോൺസ്റ്റന്റ് k+1 ഡിവൈഡ് ബൈ k-1 അല്ല നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ Ka എന്ന് പറഞ്ഞ് ഇപ്പോൾ എഴുതുന്നത് അഫിനിറ്റി കോൺസ്റ്റന്റ് അല്ല, ഇക്വിലിബ്രിയം ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. സോ അപ്പോൾ Ka എന്ന് പറയുന്നത് എന്താണ്? സോ Ka എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് k+1 ഡിവൈഡ് ബൈ k-1 അല്ല, k-1 ഡിവൈഡ് ബൈ k+1 ആണ് എന്ന് നമുക്ക് എഴുതാം. നേരെ തിരിച്ചാണല്ലോ റെസിപ്രോക്കൽ. അപ്പോൾ Na ഡിവൈഡ് ബൈ XA ബൈ N ടോട്ടൽ മൈനസ് Na അല്ലല്ലോ, അത് നേരെ തിരിച്ച് എഴുതണ്ടേ. സോ ദിസ് ഈസ് ഈക്വൽ ടു XA ഇൻറ്റു N ടോട്ടൽ മൈനസ് Na ഡിവൈഡഡ് ബൈ Na എന്ന് നമുക്ക് എഴുതണം. സോ തിരിച്ചെഴുതണം. സോ Ka is equal to k-1 by k+1 ആയി. XA is equal to XA into N total minus Na divided by Na എന്ന് നമുക്ക് എഴുതാം. സോ ഇതാണ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. സോ ദിസ് ഈസ് നൗ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. സോ ഇതിൽ നിന്ന് നമുക്ക് പ്രപ്പോർഷൻ ഓഫ് റിസപ്റ്റർ ഒക്കുപ്പൈഡ് അല്ലെങ്കിൽ PA നമുക്ക് കണ്ടുപിടിക്കാം. ആൻഡ് ഈ ഇക്വിലിബ്രിയം ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഒരു പ്രത്യേക ഡ്രഗിന്റെയും ഒരു പ്രത്യേക റിസപ്റ്ററിന്റെയും ക്യാരക്ടറിസ്റ്റിക് ആണ് എന്ന് കൂടി മനസ്സിലാക്കുക. ആൻഡ് ദിസ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് occupied required to occupy 50%, 50% റിസപ്റ്റർ അല്ലെ, 50 ഇങ്ങോട്ട് അപ്പോൾ 100 ഓഫ് റിസപ്റ്റേഴ്സ് സൈറ്റ് അറ്റ് ഇക്വിലിബ്രിയം ആണ് എന്നുകൂടി മനസ്സിലാക്കും. ഇവിടെ നമുക്കറിയാവുന്നത് ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ എന്നറിയാം. നമ്പർ ഓഫ് റിസപ്റ്റേഴ്സ് ഒക്കുപ്പൈഡ് എത്രയാണ്? Na ടോട്ടൽ ബൈ N ടോട്ടൽ ആണല്ലോ. ഈ N ടോട്ടൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ടോട്ടൽ നമ്പർ ഓഫ് റിസപ്റ്റേഴ്സ്. എത്ര റിസപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എന്നതിനോട് ഇൻഡിപെൻഡന്റ് ആണ്, അതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. സോ N ടോട്ടലിനോട് ഇത് ഇൻഡിപെൻഡന്റ് ആണ്. സോ ഈ നമ്പർ ഓഫ് റിസപ്റ്റേഴ്സ്, ഈ ഭാഗം നമ്പർ ഓഫ് റിസപ്റ്റേഴ്സ് എന്നുള്ള ഭാഗം നമ്മൾ മാറ്റുകയാണെങ്കിൽ, ദിസ് ഭാഗം നമ്മൾ Na എന്നുള്ളത് ഭാഗം നമ്മൾ മാറ്റുകയാണ് ഇക്വേഷനിൽ. അപ്ലൈങ് ദിസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് റിസപ്റ്റർ ഒക്കുപ്പൻസി. സോ റിസപ്റ്റർ ഒക്കുപ്പൻസി അതിന് നമ്മൾ PA എന്നാണ് എഴുതുക. PA is equal to XA divided by XA plus k-1 divided by k+1 എന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ബിക്കോസ് k-1 ഇത് ദിസ് ഈസ് ഈക്വൽ ടു Ka ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ വേറെ രീതിയിൽ എഴുതാമല്ലോ. XA ഡിവൈഡഡ് ബൈ XA പ്ലസ് KA എന്ന് നമുക്ക് എഴുതാമല്ലോ. സോ ഇങ്ങനെ എഴുതാൻ പറ്റും ഈ ഇക്വേഷനെ. ആൻഡ് അറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്കറിയാമെങ്കിൽ, ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്കറിയാമെങ്കിൽ നമുക്ക് പ്രപ്പോർഷൻ ഓഫ് റിസപ്റ്റർ ഒക്കുപ്പൈങ് അറ്റ് എനി കോൺസെൻട്രേഷൻ, ഏത് കോൺസെൻട്രേഷനിലും എത്ര റിസപ്റ്ററിൽ ഒക്കുപ്പൈഡ് ആണ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഇക്വേഷൻ നമ്മൾ KA വെച്ചിട്ട് മൊത്തം ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ PA is equal to XA divided by KA divided by XA divided by KA plus 1 എന്ന് നമുക്ക് കിട്ടും. സോ എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. സോ ഈ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാംഗ്മൂയിർ ഇക്വേഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. ലാംഗ്മൂയിർ ആണെന്ന് തോന്നുന്നു ആദ്യം കണ്ടുപിടിച്ചത്, രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആയിട്ട് കണ്ടുപിടിച്ചാണ്. ഇയാളൊരു സ്റ്റുഡന്റ് ആയിരുന്നു. സോ എനിവേ ഈ ഇക്വേഷൻ നമ്മൾ ലാംഗ്മൂയിർ ഇക്വേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇഫ് എനി ഡ്രഗ് വൺ റിസപ്റ്റർ സിസ്റ്റം, നമ്മൾ പറഞ്ഞത് വൺ ഡ്രഗ് വൺ റിസപ്റ്റർ സിസ്റ്റത്തിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. പ്രപ്പോർഷൻ ഓഫ് റിസപ്റ്റേഴ്സ് കാണാനായിട്ട് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് PA is equal to XA by KA divided by XA by KA plus 1 എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കും. ചില സ്ഥലങ്ങളിൽ ഇത് ക്ലർക്സ് ഇക്വേഷൻ എന്നും പറയാറ്. ആൻഡ് ഇക്വേഷൻ നമ്മൾ ഒന്ന് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ ഓൺ എക്സ് ആക്സിസ്. സോ ഇവിടെ കോൺസെൻട്രേഷൻ ആണ്. ആൻഡ് ഇവിടെ ഫ്രാക്ഷണൽ ഒക്കുപ്പൻസിയുടെ ഫ്രാക്ഷൻ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കോൺസെൻട്രേഷൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ 5 ആണെന്ന് കൂട്ടാം. ഇവിടെ ഇങ്ങനെ കോൺസെൻട്രേഷൻ ആണ്, ഇത് 10 ആയിട്ട് കൂട്ടാം. സോ ഇത് 0, ഫ്രാക്ഷൻ ഒക്കുപ്പൻസി 0.5, ഇത് ഫുൾ 1 ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ. ആൻഡ് ഗ്രാഫ് നമുക്ക് കിട്ടുന്നത് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. സോ റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിട്ടായിരിക്കും നമുക്ക് ഗ്രാഫ് കിട്ടുക. സോ ഞാൻ വരയ്ക്കുക അത്. സോ ഇങ്ങനെ അങ്ങോട്ട് കിട്ടും. സോ ഇവിടെ വളഞ്ഞു പോയി റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. സോ ഇവിടെ 0.5 ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ദിസ് ഈസ് KA is equal to 1 ആണ് നമുക്ക് പറയാം. ഓക്കെ, സോ റെക്ടാങ്കുലർ ഹൈപ്പർബോള ഗ്രാഫിൽ നമുക്കൊന്ന് എക്സ്ട്രാപോളേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അപ്പോൾ നമ്മൾ ഈ ഗ്രാഫിനെ നമ്മൾ മാറ്റി വരികയാണ്. ഈ ഗ്രാഫ് ഇവിടെ ഇത് സെയിം തന്നെയാണ്, ഫ്രാക്ഷണൽ ഒക്കുപ്പൻസിനാണ് 0.510. ഇവിടെ നമ്മൾ കോൺസെൻട്രേഷൻ ആക്കി, കോൺസെൻട്രേഷൻ ഇൻ ലോഗരിതമിക് സ്കെയിലാക്കി. അപ്പോൾ 0.1, ഓക്കെ, 1.0, 10 ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് നമുക്ക് സിമെട്രിക്കൽ സിഗ്മോയ്ഡ് കർവ് അല്ല. എല്ലായിടത്തും നമുക്ക് സിഗ്മോയ്ഡ് കർവ് ആണ് നമുക്ക് ആവശ്യം, നമുക്ക് എക്സ്ട്രാപ്ലേറ്റ് ഒക്കെ ചെയ്യാനായിട്ട്. സോ നമുക്കപ്പോൾ ഏകദേശം ഈ ഗ്രാഫ് ഇങ്ങനെ കിട്ടും. നടുവിലൊരു സ്റ്റീപ്പ് കർവ് നമുക്ക് കിട്ടും. സോ ഇവിടെ നിന്ന് ഇങ്ങനെ
എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോ നമുക്കിങ്ങനെ km 0.1 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് ഗ്രാഫ്. ലോഗരിതം സ്കെയിലിൽ നമുക്ക് സിഗ്മ ഔട്ട് കർവ്. സോ നമ്മൾ പറഞ്ഞ ഇതേ അപ്രോച്ച് തന്നെ നേരിട്ട് ഡ്രഗ് ബൈൻഡിങ് മെഷർമെന്റ്. സോ ഡ്രഗ് ബൈൻഡിങ് മെഷർമെന്റിലും നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. നേരിട്ട് ഇത് ഉപയോഗിക്കും, നേരിട്ട് ഡ്രഗ് ബൈൻഡിങ്ങിൽ ഉപയോഗിക്കും. സോ അവിടെ നമ്മൾ എമൗണ്ട് ഓഫ് ഡ്രഗ് ബൗണ്ട്, ദറ്റ് ഈസ് ബി, എമൗണ്ട് ഓഫ് എത്ര ഡ്രഗ് ബൗണ്ട് ചെയ്തു, എമൗണ്ട് ഓഫ് ഡ്രഗ് ബൗണ്ട് ബി. അപ്പോൾ ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ ഓർ ലിഗൻ കോൺസെൻട്രേഷൻ നമ്മൾ XA ആയിട്ട് കണക്കിലെടുത്താൽ, XA ആണെങ്കിൽ സോ ഇത് തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് B is equal to that is amount of drug bound is equal to Bmax. Bmax എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ബൈൻഡിങ് സൈറ്റ്സ് ഇൻ ദ പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ടിഷ്യൂ ആ പ്രിപ്പറേഷനിൽ എത്ര ടോട്ടൽ ബൈൻഡിങ് സൈറ്റ്സ് ഉണ്ട് അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് പൈക്കോമോൾ പെർ മില്ലിഗ്രാമിലാണ്. മൊത്തത്തിൽ എത്ര ബൈൻഡിങ് സൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് Bmax ഇൻറ്റു XA ബൈ XA നമ്മൾ ഇതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു ഡിവൈഡ് ബൈ XA പ്ലസ് KA എന്നാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. സോ B is equal to Bmax ഇൻറ്റു XA ബൈ XA പ്ലസ് KA എന്ന് പറയുന്നതാണ് എമൗണ്ട് ഓഫ് ഡ്രഗ് ബൗണ്ടും XAയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഇക്വേഷന്റെ റിസൾട്ട്സ് നമുക്കൊരു ലീനിയർ, എല്ലാം ലീനിയർ ആയിട്ട് വേണമല്ലോ ഗ്രാഫ് വരയ്ക്കുമ്പോൾ. ലീനിയർ ഫോമിലാക്കാനായിട്ട് ഇതിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് B ബൈ XA is equal to Bmax ബൈ KA മൈനസ് B ബൈ KA എന്ന് നമുക്ക് എഴുതാം. എന്നിട്ട് നമ്മളിതൊരു പ്ലോട്ടായിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് B ബൈ XA അല്ലെങ്കിൽ B ബൈ F ഫ്രാക്ഷൻ നമുക്ക് എഴുതി കഴിഞ്ഞാൽ ആൻഡ് B ഇവിടെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ പ്ലോട്ട്, ഇങ്ങനെ ഒരു പ്ലോട്ട് കിട്ടുകയാണെങ്കിൽ സോ ഈ പ്ലോട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് SCAT, സ്കെച്ച് ചാർട്ട് പ്ലോട്ട് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. സോ സ്കെച്ച് ചാർട്ട് പ്ലോട്ട് ഈസ് B ബൈ KA ആണ്. സോ ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് Bmax കണ്ടുപിടിക്കാൻ പറ്റും. സോ വാട്ട് ഈസ് Bmax എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആൻഡ് വാട്ട് ഈസ് KA നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഒറ്റ ഒരു ഡ്രഗ് മാത്രമുള്ളപ്പോഴുള്ള കാര്യമാണ്. സപ്പോസ് ദർ ആർ 2 ഡ്രഗ്സ്, 2 ഡ്രഗുകൾ ഉണ്ടെന്ന് കരുതുക. ഡ്രഗ് A ഉണ്ട്, ഡ്രഗ് B ഉണ്ട്, ആൻഡ് രണ്ടും ബൈൻഡ് ചെയ്യുന്നത് സെയിം റിസപ്റ്ററിലാണ് ബൈൻഡ് ചെയ്യുന്നത് എന്നും കരുതും. സോ അപ്പോൾ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഫോർ ഡ്രഗ് A എന്ന് പറയുന്നത് നമ്മൾ KA എന്ന് പറഞ്ഞു എഴുതും. ഡ്രഗ് ബിയുടെ ഇക്വിലിബ്രിയം ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഈസ് KB ആണ് എന്നും നമുക്ക് എഴുതും. ആൻഡ് ഇതിന്റെ അപ്പോൾ ഡ്രഗ് ബിയുടെ കോൺസെൻട്രേഷൻ നമ്മൾ XB ആയിരിക്കും, ഡ്രഗ് എയുടെ കോൺസെൻട്രേഷൻ XA ആയിരിക്കും. ഓക്കെ, സോ 2 ഡ്രഗും കോമ്പീറ്റ് ഫോർ ദ സെയിം റിസപ്റ്റർ. പക്ഷെ ഒരു ഡ്രഗിന് മാത്രമേ ഒരു സമയം ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് PA is equal to XA by KA whole divided by XA by KA plus XB by KB plus 1 എന്നുള്ളതാണ് ഇതിന്റെ ഇക്വേഷൻ. സോ ആഡിങ് ഡ്രഗ് B, രണ്ടാമത്തെ ഒരു മരുന്ന് ആഡ് ചെയ്യുമ്പോൾ റെഡ്യൂസസ് ദ ഒക്കുപ്പൻസി ഓഫ് ഡ്രഗ് A ടു ദ റിസപ്റ്റർ. റിസപ്റ്ററിൽ A പിടിക്കേണ്ടതിന് പകരം പല സമയത്തും B ആയിരിക്കും പിടിക്കുക. എയുടെ ഒക്കുപ്പൻസി കുറയും. സോ അപ്പോൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഡ്രഗ് എയുടെ ഒക്കുപ്പൻസി ആദ്യത്തെ ആയിരുന്നു വിചാരിക്കുക. ഡ്രഗ് ബിയുടെ പ്രസൻസിൽ ഇതിങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലേ, ഷിഫ്റ്റ് ടുവേർഡ്സ് ദ റൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഡ്രഗ് എ എന്ന് പറയുന്ന അഗോണിസ്റ്റും ഡ്രഗ് ബി ഒരു ആന്റഗോണിസ്റ്റ് ആണ് എന്ന് കരുതിയാൽ, അങ്ങനെയാണ് വിചാരിച്ചു കഴിഞ്ഞാൽ സോ നമ്മൾ ഡിഫറെന്റ് ഡോസ് ഓഫ് ബിയുടെ ഡിഫറെന്റ് ഡോസ് പല ഡോസിന്റെ പ്രസൻസിൽ, ഇൻ ദ പ്രസൻസ് ഓഫ് ഡിഫറെന്റ് ഡോസസ് ഓഫ് ബി നമ്മൾ ഈ എ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. സോ ഇവിടെ ഷിഫ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ഇതിന്റെ കോൺസെൻട്രേഷൻ പറയുന്നത് കോൺസെൻട്രേഷൻ റേഷ്യോ എന്നോ അല്ലെങ്കിൽ ഡോസ് എഗെയിൻസ്റ്റ് ഡോസ് റേഷ്യോ എന്നാണ് നമ്മൾ സാധാരണ പറയാം, അല്ലെ കോൺസെൻട്രേഷൻ റേഷ്യോ. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ RA ഈസ് ഈക്വൽ ടു XB ബൈ KB പ്ലസ് 1 എന്നുള്ളതാണ് ഇതിന്റെ ഇക്വേഷൻ. RA എന്ന് പറയുന്നത് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് ദ അഗോണിസ്റ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ബിയുടെ പ്രസൻസിൽ RA റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ RA എന്ന് പറയുന്നത്. സോ ഈ ബിയുടെ പ്രസൻസിൽ എയുടെ ഡോസ് എഫക്റ്റ് വരുന്ന മാറ്റം എന്താണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സോ അപ്പോൾ ഈ ദിസ് ഇക്വേഷൻ നമുക്ക് ലോഗരിതമിക് ആയിട്ട് എഴുതാം. ലോഗരിതമിക് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമ്മൾ എഴുതുന്നത് log RA മൈനസ് 1 ഈസ് ഈക്വൽ ടു log XB മൈനസ് log KB എന്ന് എഴുതാമല്ലോ. സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. ആൻഡ് ഈ ഇക്വേഷന് വേറെ പേരുണ്ട്. ഇക്വേഷന്റെ പേരാണ് ഷിൽഡ് ഇക്വേഷൻ എന്നാണ് പറയാ. ആൻഡ് ഇങ്ങനെ കിട്ടുന്ന പ്ലോട്ടിനെ നമ്മൾ വിളിക്കുന്നത് ഷിൽഡ് പ്ലോട്ട് എന്നാണ്. സോ ഷിൽഡ് പ്ലോട്ട് എന്ന് നമ്മൾ ഷിൽഡ് പ്ലോട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലീനിയർ പ്ലോട്ട് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ലീനിയർ പ്ലോട്ട് ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ആന്റഗോണിസ്റ്റിന്റെ പൊട്ടൻസി എക്സ്പ്രസ് ചെയ്യുന്ന PA2 വാല്യൂ നമുക്ക് അറിയാൻ പറ്റും. സോ PA2 വാല്യൂ എന്താണ്? PA2 വാല്യൂ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് KB ആണ്
ആണ് ഇതിന്റെ വാല്യൂ. സോ ദാറ്റ് ഈസ് PA2 ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് അന്റഗോണിസ്റ്റ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് അഗോണിസ്റ്റ് ഡോസ് റേഷ്യോ ഈക്വൽ ടു 2. മനസ്സിലായില്ലെങ്കിൽ അഗോണിസ്റ്റിന്റെ ഡോസ് റേഷ്യോ ഓർ അഗോണിസ്റ്റ് വഴി കിട്ടുന്ന റെസ്പോൺസ് പകുതിയാക്കാൻ വേണ്ട നെഗറ്റീവ് ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് അന്റഗോണിസ്റ്റ് ആണ് PA2 വാല്യൂ. ഇത് അസറ്റൈൽ കോളിന്റെ റെസ്പോൺസ് ആണെങ്കിൽ ഇത് പകുതിയാക്കാൻ എത്ര മോളാർ കോൺസെൻട്രേഷൻ ഓഫ് അട്രോപ്പിൻ വേണം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മൾ PA2 വാല്യൂ ആയിട്ട്. ഇല്ലെങ്കിൽ അന്റഗോണിസ്റ്റിന്റെ ഏത് കോൺസെൻട്രേഷനിൽ നമുക്ക് നേരത്തെ കിട്ടിയ സെയിം എഫക്ട് കിട്ടാനായിട്ട് നമ്മൾ എത്ര ഡോസ് ഡബിൾ ചെയ്യേണ്ടി വരും ഓഫ് ദ അഗോണിസ്റ്റ്, അതായാലും PA2 വാല്യൂ തന്നെയാണ്. സോ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് മൊത്തം ഡ്രങ്ക് ആൻഡ് ഡെയിൽ എന്നാണ്, ഡ്രങ്ക് ആൻഡ് ഡെയിൽ ഫാർമക്കോളജി ബുക്ക്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ക്വാണ്ടിറ്റേറ്റീവ് ഡോസ് റെസ്പോൺസ് റിലേഷൻഷിപ്പ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.